മലപ്പുറം വേങ്ങരയിൽ MDMA കിട്ടാത്തതിനെ തുടർന്ന് യുവാവ് അമ്മയെയും സഹോദരിയും അടിച്ച് പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ 11.5 ഗ്രാം MDMA പിടികൂടി. കോഴിക്കോട് ചെറുവറ്റക്കടവിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ 32 ഗ്രാം MDMA പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് 2 പേർ കസ്റ്റഡിയിൽ. പാലക്കാട് പട്ടാമ്പിയിൽ വൻ MDMA വേട്ട, 200ഓളം ഗ്രാം മയക്കുമരുന്നുമായി 3 പേർ പിടിയിൽ. കൊച്ചി പൊന്നുരുന്നിയിലെ ലോഡ്ജിൽ MDMAയുമായി 7 യുവാക്കൾ പിടിയിൽ. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനടക്കം 3 പേർ നെയ്യാറ്റിൻകരയിൽ MDMA പിടിയിൽ. 7.5 കിലോ കഞ്ചാവുമായി ആലപ്പുഴയിൽ അതിഥി തൊഴിലാളി പിടിയിൽ. കൊച്ചിയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവിന്റെ വരവ് വർദ്ധിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ പിടികൂടി 37 കോടിയുടെ കഞ്ചാവ്. ഞാൻ ഈ വായിച്ചത് അത്രയും ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാത്രം ന്യൂസ് ഡെസ്കിലേക്ക് വന്ന നമ്മുടെ റിപ്പോർട്ടർമാർ അയച്ചു തന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളാണ്. മൊത്തം പറയാൻ നമുക്ക് സമയം തികയില്ല, അത്ര അധികമുണ്ട്. അമ്മമാരെ കഴുത്ത് വെട്ടിക്കൊന്ന മക്കളുടെയും അച്ഛനെ അടുക്കളയിൽ കൊണ്ടിട്ട് വെട്ടിക്കൊന്ന മകന്റെയും വാർത്തയും വന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപൊന്നും വലിയ അടുത്താണ്. വെഞ്ഞാറമൂട് 5 പേരെ വെട്ടിക്കൊന്ന് കൂളായി പോയി സ്റ്റേഷനിൽ കീഴടങ്ങിയ അഫാൻ ലഹരി കണക്ഷൻ ഉണ്ടോ എന്നിനിയും വ്യക്തമാകട്ടെ. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന സ്ഥിരം ക്ലീഷേ പറഞ്ഞാൽ പോരാ, ജാഗ്രതയ്ക്കൊപ്പം നല്ല പേടിയും ഭയവും വേണം. ഒരു 3 നാൾ മുൻപ് എന്നെ ഒരു രക്ഷകർത്താവ് ഫോണിൽ വിളിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ചെന്നുപെട്ട ഈ ലഹരി റാക്കറ്റിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിയെടുത്ത അങ്ങേയറ്റം ശ്രമകരമായ തന്റെ ദൗത്യം പറയുകയായിരുന്നു അച്ഛൻ. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് MDMA ഒന്നുമല്ല, അതിനേക്കാൾ അത്യാധുനികമായ ഏതുതരം ലഹരിയും കൈത്തുമ്പിൽ ലഭ്യമാണെങ്കിൽ നമ്മൾ പേടിക്കണം. പ്രിയ പ്രേക്ഷകരെ, ഈ കേരളം നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ആ അഗ്നിപർവ്വതം പൊട്ടിത്തുടങ്ങുകയാണ്. ഈ നാടിന് എന്തു പറ്റിയെന്നും ലഹരിക്കെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കൊടുവിലും തരിമ്പിന് പോലും ലഹരിയൊഴുക്ക് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്തത് എന്ത് എന്നും മറുപടി പറയേണ്ടത് ആത്യന്തികമായി സർക്കാരാണ്. ബോധവൽക്കരണം അടക്കമുള്ള നടപടികൾ പുതിയ കാല ഭീഷണിയെ ചെറുക്കാൻ പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് മറുപടി. സർക്കാരിനെ ചോദ്യം ചെയ്യുമ്പോഴും അതുമാത്രം മതിയാവില്ല. ഈ നാടൊന്നാകെ ഈ മഹാവിപത്തിനെതിരെ അതിന് കഴിയുന്ന ശക്തി പരമാവധി സംഭരിച്ചാഞ്ഞൊടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം മാരകമാണ്. ഓരോ വീട്ടിനകത്തേക്കും നമ്മുടെ മക്കളെ ലക്ഷ്യമിട്ട് ഇറങ്ങിയിട്ടുണ്ട് മരണത്തിൻ്റെ വ്യാപാരികൾ. ചെറുക്കാനാവുന്നില്ലെങ്കിൽ ആ ലഹരിയിൽ മുങ്ങി മനുഷ്യത്വം ചോർന്ന് അമ്മയും അച്ഛനെയും ഒന്നും തിരിച്ചറിയാനാവാത്തവണ്ണം പൈശാചിക ഭാവം പൂണ്ട് ഏതു നിമിഷവും വീട്ടിനകത്തുണ്ടാകാം ഒരു കൊലക്കത്തി. നാടിനെ കാക്കാൻ നമുക്ക് തടയണം. ഒരു ക്രിയാത്മക ചർച്ചയ്ക്ക് തുടക്കമിടാൻ ശ്രമിക്കുകയാണ്. ഒപ്പം ഉണ്ടാകണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശിവഗിരി മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, പാളയം ഇമാം ശ്രീ VP സുഹൈൽ മൗലവി, കത്തോലിക്ക കോൺഗ്രസ് വക്താവ് ഫാദർ ഫിലിപ്പ് കവിയിൽ, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ശ്രീ KM ആന്റണി, ശ്രീ റെജി ലൂക്കോസ് എന്നിവർ ചർച്ചയിലേക്ക് വരും മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ രക്ഷകർത്താവ് ചേരുന്നുണ്ട്. ചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ പറയുകയായിരുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ്. അവൾ പഠിക്കാൻ നല്ല മിടുക്കിയായ വിദ്യാർത്ഥിയാണ്. നൃത്തമടക്കമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ സ്കൂളിൽ വളരെ മികച്ച പ്രകടനം നടത്തുന്ന മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനി. ആ കുട്ടി ചെന്നുപെട്ട ഒരു റാക്കറ്റിൽ പെടുകയും താങ്കൾ വളരെ യാദൃശ്ചികമായി കണ്ടുപിടിക്കുകയും ആ കുട്ടിയെ രക്ഷയെടുക്കുകയും പിന്നെ അതിനെതിരായ ഒരു പോരാട്ടമായി താങ്കൾ ഇറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞ് ഒരു 3 ദിവസം മുമ്പ് താങ്കൾ എന്നെ ഫോൺ വിളിച്ചു. ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ, താങ്കളുടെ 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന മകൾ എങ്ങനെയാണ് ഈ ലഹരിയിലേക്ക് പോകുന്നത്? ഒരു 10 മാസം മുമ്പ്, 10 മാസമായിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാം വഴി ഒരു പയ്യനായിട്ട് ഇങ്ങനെ ചാറ്റിങ് തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്കത് ആദ്യം അറിയില്ലായിരുന്നു. സ്കൂളിൽ ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായി ഞങ്ങളിത് വാണിംഗ് കൊടുത്ത് നിർത്തിച്ചതായിരുന്നു. വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും ചാറ്റിങ് തുടങ്ങി. അതൊക്കെ ഞങ്ങളുടെ ഫോണിൽ നിന്നല്ല, സ്കൂളിൽ വേറെ കുട്ടികൾ ഫോൺ കൊണ്ടുവരും. അപ്പോൾ അതിൽ നിന്നാണ് വീണ്ടും ഇവർ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അവസാനം ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഇവൻ്റെ ശല്യം സഹിക്കവയ്യാതെ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു. ഞാൻ ഇവൻ്റെ വീട്ടിൽ ചെന്നായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ നിന്ന് പോക്കോ, ഞങ്ങൾ വേറെ മൂഡിലാണ്, തട്ടിക്കളയുന്നുള്ള രീതിയിലാണ് ഇവർ പറയണത്. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ലഹരി കൊടുക്കുന്ന ആള്, അതെ, സപ്ലയർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവരൊരു ഗ്യാങ് ഉണ്ട്. എളമക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവരൊരു ഗ്യാങ് ഉണ്ട്. അത് അത് കാക്കനാട് അങ്ങനെ പല സ്ഥലത്തുള്ള പിള്ളേരാണ്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഗ്യാങ് അയക്കണേണ്. ഇവര് ഈ കഞ്ചാവ് മാത്രമല്ല, എൻ്റെ ഫുൾ വീഡിയോ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നീടുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്നാണ്. പിന്നെ ഞാൻ എൻ്റെ പുറകിലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ മകളുടെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയപ്പോൾ ഇതേപോലെ തന്നെയല്ല മറ്റുള്ള മാതാപിതാക്കളും. അപ്പൊ ഇനി ഒരു കുട്ടിക്ക് പഠിക്കുന്ന കുഞ്ഞ് എങ്ങനെയാണ് ഇതിലേക്ക് പോയി പെടുന്നത്? ഇപ്പൊ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇത് ആദ്യം കൊടുക്കുന്നത്? എങ്ങനെയാണ് അത് ഇവർ കണ്ടപ്പോഴത്തേക്ക് കിൻഡർ ജോയ് ആദ്യം കൊടുത്തെന്ന് പറയുന്നത്. കിൻഡർ ജോയിലൊരു പൊടി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കിൻഡർ ജോയിലൊരു പൊടിയിട്ട് കൊടുത്ത് പിന്നെ ഇവർ ഈ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ഡയറി മിൽക്ക് കാണുമ്പോൾ ഡയറി മിൽക്ക് കൊടുക്കുമെന്ന് പറയും. ഈ ഡയറി മിൽക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്.
അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഈ ഡയറി മിൽക്കിൽ ഇവർ എന്തോ പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് അറിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസം, ഒരു ചെറിയൊരു ഇതുപോലെ വന്ന് പിന്നെ ഞരമ്പ് കണ്ടിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ കണ്ടത്. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ അടുത്താണ് കണ്ടത്. എന്നാൽ കണ്ട് ഞാൻ പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, 24 ന്യൂസിലെ ഹാഷ്മി സാറോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് സപ്പോർട്ട് കിട്ടും. അപ്പം ഞാനവിടെ തകർന്നടിഞ്ഞിരിക്കണമെന്ന് മനസ്സായിരുന്നു. എനിക്ക് ആരോട് പറയണം, എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് സാറിന് ഞാനിത് ഫുൾ വീഡിയോസ് അയച്ചു തരുന്നത്. ചേട്ടാ, നമ്മൾ വളരെ വിശദമായ വാർത്ത ചെയ്യുന്നു. ചേട്ടാ, എനിക്കറിയേണ്ടത് ഇത് വളരെ യാദൃശികമായി ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഈ കുട്ടിയെ കാണാതായപ്പോൾ അങ്ങനെ വീട്ടിൽ വരുന്നുണ്ട്, വീട്ടിൽ വന്ന് പിടിച്ച് അതിൻ്റെ പിന്നാലെ ചേട്ടൻ നടത്തുന്ന അന്വേഷണത്തിൽ ഇതൊരു വലിയ എന്ന് പറഞ്ഞാൽ ഈ വലിയ ഗ്യാങ് എന്ന് പറയുന്ന ഈ ഗ്യാങ്ങിനകത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ? അതെ. അത് മാത്രമല്ല, ഇവർക്ക് വലിയ മുതിർന്നവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. വെണ്ണല സ്കൂളിൻ്റെ അവിടെ ഉള്ള ഒരു ബായിയാണ് ഇവർക്ക് ഒരു ഇത് കൊടുക്കുന്നത്, ഒരു കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത്. ഇവരെ എല്ലാ വീഡിയോസും പിന്നെ നോർത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, പല പല മേഖലകളിൽ നിന്ന് ഇവർക്ക് ഈ കഞ്ചാവ് കിട്ടുന്ന ഏരിയ ഇവർ പറയുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഇവരുടെ ചാറ്റിങ്ങിൽ പറയുന്നുണ്ട്. ഇവർ രാത്രി ആകുമ്പോഴത്തേക്കും ഒരു 7 മണിയാകുമ്പോൾ പണിക്കിറങ്ങാന്നാണ് ഇവർ പറയണത്, തമ്മിൽ പറയണത്. ഈ പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, പറയുന്നത് ട്യൂഷന് പോകാന്നൊക്കെ പറയുമായിരിക്കും, എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് പോകുന്നു, ഇത് കൊടുക്കുന്നു. ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ സ്കോർ എന്നാണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്ന ഭാഷ, ഇത് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ. എനിക്ക് ഇതൊക്കെ അവരുടെ ചാറ്റിങ്ങിൽ നിന്ന് മനസ്സിലായതാ. ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ അവർ ഇരുമ്പ് മുറിച്ച് വിൽക്കുന്നുണ്ട്. അതൊക്കെ ഇവരുടെ ചാറ്റിങ്ങിലുണ്ട്, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇരുമ്പ് മുറിച്ച് വിൽക്കുന്നുണ്ട്, ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട്. ഒരു കടയിൽ ഉച്ചക്ക് കത്തിരിക്കടവിലുള്ള ഒരു കടയിൽ കയറിയിട്ട് പൈസ ഉൾപ്പെടെ മോഷ്ടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനാന്ന് ചേട്ടാ, നമ്മൾ ഈ ഒരു സിഗരറ്റ് വാങ്ങുന്ന പോലൊന്നും അല്ലല്ലോ. ഇതിന് ഒറ്റത്തവണ ഇണ്ടേക്കിന് 1000, 2000, 3000 രൂപ ചെലവ് വരുമ്പോൾ ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ പണം കണ്ടെത്തുക? പണം കണ്ടെത്താൻ മോഷണം അല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ അമ്മയോട് ചോദിക്കുക, അമ്മ പൈസ കൊടുക്കുന്നതിൽ കൊല്ലുക. എല്ലാം സാധാരണ വീട്ടിലെ കുട്ടികളാണ് അവര്. ഇത് ചേട്ടൻ സ്കൂളിൽ പറഞ്ഞോ? സ്കൂളുകളിലൊക്കെ പറഞ്ഞോ? ഞാൻ സ്കൂളിൽ പറഞ്ഞ് ഇവരെ മെസ്സേജ് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്, പോലീസിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ഇപ്പം മീഡിയ എന്ന നിലയിൽ സാറിന് മെസ്സേജ് തന്നിട്ടുണ്ട്. ഞാൻ നാർക്കോട്ടിക്സ് വിഭാഗത്തിലേക്കുള്ള എൻ്റെ അന്വേഷണമുണ്ട്. എനിക്ക് എവിടെ കൊടുക്കണമെന്ന് അറിയില്ല. ഞാൻ അവരെ ഡീറ്റെയിൽ കിട്ടിയാൽ ഞാൻ അവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ചേട്ടാ, ഇത് മകളുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിൽ ആലോചിച്ച് നോക്കണം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ എന്ത് പ്രായമാണുള്ളത്? അതിന് ഈ പറഞ്ഞ കിൻഡർ ജോയ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഈ പൊടിയിട്ട് കൊടുത്താൽ അതെങ്ങനെ അറിയാനാ? ആദ്യം കഴിക്കും, രണ്ടാമത് കഴിക്കും, മൂന്നാമത് കഴിക്കും. കഴിച്ചു കഴിയുമ്പോഴേക്കും ഇത് അഡിക്റ്റ് ആകുമ്പോഴേക്കും പിന്നെ ഇവരെ സപ്ലയർമാരാക്കുക എന്നുള്ളതാണ് ഇവരുടെ മോഡസ് ഓഫ് പ്രാൻഡി. ഈ ചേട്ടൻ യാദൃശ്യമായിട്ട് എങ്ങനെ കണ്ടുപിടിച്ചത് കാരണം ആ കുട്ടി രക്ഷപ്പെടാത്ത എത്ര കുട്ടികളുണ്ടാവും ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥയിൽ? എൻ്റെ അന്വേഷണത്തിൽ ഇവിടെ പഠിക്കുന്ന മിക്ക സ്കൂളുകളിൽ ഇവരുടെ ഗ്യാങ്സ് ഉണ്ട്, അതായത് ചങ്ങലകളുണ്ട്. ഞാൻ സ്കൂളിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. മിക്ക സ്കൂളുകളിൽ ഞാനത് ഡീറ്റെയിൽസ് തരാം. ഡീറ്റെയിൽസ് ഞാൻ സാറിന് കുറച്ചിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാം. ഇനി ഇതിൽ ഒരാളെ പിടിച്ചിട്ട് അവരുടെ മൊബൈലിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ചേട്ടൻ എനിക്ക് അയച്ചെന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇടുന്നതാണ്. ആ ഇടുന്നതിനകത്തൊക്കെ ഈ സാധനം ചുരുട്ടി വെച്ച് കത്തിച്ച് വെച്ച് അത് കിട്ടുന്ന സാധനം, പോയി വലിച്ച സാധനം, നല്ല അത് കെമിക്കലാണെങ്കിലും നല്ല ഗംഭീരമായിരുന്നു എന്ന് പറയുന്ന ഓഡിയോ സൗണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളാണ് ഇതിലൊക്കെ പെടുന്നത് അല്ലേ? കുഞ്ഞു കുട്ടികളാണ്. ഇത് സ്റ്റാറ്റസ് ഇടുന്നതല്ല, ഇവരുടെ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് ചാറ്റിംഗ് ആണ്. ഗ്രൂപ്പ് ചാറ്റിംഗ് അല്ല, സ്റ്റാറ്റസ്. ഇത് എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഇവർ തമ്മിൽ ഒരു ഗ്യാങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ മിനി അധോലോകം എന്ന് പറയാം. അത് ഇവർക്ക് ഈ സാധനം നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ കിട്ടുന്ന പോലും ഇവർക്കറിയാം. നോർത്ത് സ്റ്റേഷനിൽ വരുന്നുണ്ട്, അതൊക്കെ അവരുടെ ചർച്ചയിൽ വരുന്നുണ്ട്. അല്ല ചേട്ടാ, ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടികൾക്ക്, ഈ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ബൾക്കായി ഇപ്പൊ ചേട്ടൻ്റെ മകൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്, അവനൊരു സപ്ലയറാണ്. ഒരു പക്ഷെ അവനും ഇത്തരത്തിൽ ഈ വലയിൽ പെട്ടുപോയി ഇത്തരത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി സപ്ലയർ ആവുന്ന ആളായിരിക്കുമല്ലോ. അപ്പൊ ഈ സപ്ലയർക്ക് സാധനം കിട്ടണമല്ലോ. ഈ സാധനം എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ചേട്ടൻ്റെ ചെറിയ അന്വേഷണം. ചേട്ടൻ മാത്രം അന്വേഷണം എല്ലാം വ്യക്തമാണെന്ന് ഞാൻ പറയുന്നത്. എങ്കിലും ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് ഇത് എവിടുന്ന് കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വെണ്ണല സ്കൂളിൻ്റെ അവിടെ ഉണ്ട്. വെണ്ണല സ്കൂളിൻ്റെ അവിടെ ഒരു ഹിന്ദിക്കാരുണ്ട്, ബായി ഉണ്ട്. പിന്നെ നോർത്ത് സ്റ്റേഷനിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പറവൂരുണ്ട്. അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും കിട്ടുന്ന ഇതിൻ്റെ ഐറ്റത്തിൻ്റെ ക്വാളിറ്റി ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവിടെ കുറച്ചും കൂടി നല്ല സാധനമാണെന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്.
ചേട്ടാ ഇത് പോലീസിൽ പരാതിപ്പെട്ടിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? പോലീസിൽ പരാതിപ്പെട്ടതുകൊണ്ടത്തേക്ക് ഇതിൻ്റെ പരിമിതികളാണ്. ഞാനിപ്പോൾ സാറിലേക്ക് വരാൻ കാര്യം, സാറിന് ആ പരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിലേക്ക് വന്നത്. കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേഷൻ അതിർത്തിയിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരല്ല. അതായത് ഇപ്പോൾ കാക്കനാട് മാത്രം താമസിക്കുന്ന കുട്ടികളല്ല. ഇവർ സ്കൂളിൽ പഠിക്കാൻ വന്നത് പല സ്ഥലത്തു നിന്നാണ്. അതായത് കാക്കനാടുണ്ട്, കത്രിക്കടവുണ്ട്, വെണ്ണലയുണ്ട്, അങ്ങനെ പല പല സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പം അതൊരു പരിമിതിയാണ് പോലീസിന്റെ. ചേട്ടനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ചേട്ടൻ്റെ മകൾ ഒരു രാത്രി ഇറങ്ങിപ്പോയ കാര്യം പറഞ്ഞിരുന്നു. ഒന്ന് ഇറങ്ങി നടന്ന് ചേട്ടൻ അത് പിന്നാലെ പോകുമ്പോഴേക്കും അവർ പോകുന്നത് ഒരു ഗ്രൗണ്ട് പോലെ എവിടെ ഒരു സ്ഥലത്താണ്. അതിന്റെ പിന്നാലെ നടന്ന അന്വേഷണത്തിൽ ചേട്ടൻ പറഞ്ഞത് അവിടെ ഒരു കൂട്ടായ്മ രാത്രി ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരു സ്ഥലം. അവിടെ ഈ കുട്ടികൾ വരുന്നു, കുട്ടികൾ വന്ന് യഥേഷ്ടം ലഹരി ഉപയോഗിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതാരുടെ ശ്രദ്ധപ്പെടുന്നുമില്ല. എല്ലാവരും ശ്രദ്ധയിൽപ്പെടാന്നുണ്ടല്ലോ. പക്ഷെ എല്ലാവർക്കും പേടിയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കുടുംബം എന്നുള്ളൊരു വലിയൊരു കാര്യത്തിന് പേടിച്ചിട്ടാണ് അത് ആരും ഇടപെടാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊന്നുമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കൊന്നുകളയുന്ന, ഞാൻ ചിലപ്പോൾ നാളെ മറ്റന്നാൾ ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെടാം. അയ്യോ, നിസ്സാരമല്ല ഇവരുടെ പിന്നിലുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ അത് നമ്മൾ ആരിറങ്ങിയാലും ഇവർക്ക് അതിനുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പം വീട്ടിൽ അവരുടെ മകളോ മകനോ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നത് പുറത്തു പറഞ്ഞാൽ നാണക്കേടാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ ഇറങ്ങി പുറപ്പെടണല്ലോ ചേട്ടാ. ഒരാൾ ഇതിനുവേണ്ടി പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി ചേട്ടൻ കണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണല്ലോ ഇത് നമ്മൾ കേൾക്കുന്നത്, കേരളം കേൾക്കുന്നത്. എല്ലാവർക്കും ഒരുപക്ഷെ നേർക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്ന കാര്യമല്ലല്ലോ. അതെ, അതെല്ലാവരും പോലെ നമുക്ക് നാളെ എന്താകും ഭാവി, ആ ഭാവിനെ നമ്മൾ പേടിക്കുന്നുണ്ട്. ആ പേടിക്കുമ്പോഴാണ് ഇതുപോലുള്ള സംഘങ്ങൾ വന്നത്. ഇപ്പം ഞാനൊരാളാണ് ഇന്ന് ദുഃഖിച്ചെങ്കിൽ നാളെ 100 അച്ഛൻ അമ്മമാർ ദുഃഖിക്കും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു ചെറിയ ഇടപെടലുകളാണ്. ഞാനിത് അറിഞ്ഞതിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് അതല്ല ഇതിനൊരു പരിഹാരം. ഇനി ഇത്തരം കുട്ടികൾ, അത് ഈ കുട്ടികൾ ഉൾപ്പെടെ പോകരുത്. അതാണ് ഞാൻ ഈ കുട്ടികളെ ശിക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല, ഈ കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെടണം. ഇതിൻ്റെ പിന്നിലുള്ള വലിയ റാക്കറ്റ് ഉണ്ട്. ഇവരെ ഈ ചെയിനാക്കി എടുത്തേക്കുന്ന കുറേ സംഘങ്ങളുണ്ട്. അപ്പം അതിനൊരു തടയിടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാനൊരാളിരുന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിതുപോലെ ശ്രദ്ധയിൽ കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ചെയ്യേണ്ടത് ഇവിടുത്തെ നിയമമാണ്, പോലീസാണ്, മാധ്യമങ്ങളാണ്. ഇപ്പോൾ സാറ് ഇടപെട്ട പോലെ നല്ലൊരു ക്യാമ്പയിൻ വരികയാണെങ്കിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ എല്ലാ ദിവസവും ഇത് കാണുന്നതല്ലേ. അതെ. ചേട്ടൻ എനിക്ക് അയച്ചു തന്ന ദൃശ്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു, വീഡിയോകളൊക്കെ ഞാൻ കണ്ടു. അതിൻ്റെ ചേട്ടൻ അയച്ചു തന്ന ചേട്ടൻ തപ്പിയെടുത്ത് ഇവരുടെ ഗ്രൂപ്പിലെ ഓഡിയോ മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട്. സാർ ഒരു മിനിറ്റ്, അതിൽ അവർ കഞ്ചാവ് വലിക്കുന്നുണ്ട്. അത് സാധാരണ കഞ്ചാവ് വലിക്കുന്നതല്ല, ഒരു ചില്ലിന്റെ കുപ്പിയിൽ അത് അടിച്ചു കഴിഞ്ഞ് ഇവരൊക്കെ ഒരു 5 കൊല്ലം വെച്ച് ജീവിക്കൂല. അത്രയും ഒരുമിച്ച് അകത്തോട്ട് പോവുകയെ. നമ്മളൊരു ബീഡി വലിക്കുന്ന പോലെയല്ല, ഒരു കുപ്പിയിൽ കഞ്ചാവ് നിറച്ചിട്ട് ആ കഞ്ചാവിൻ്റെ വലിക്കുന്ന ഭാഗം അധികം 1 ഇഞ്ച് വലിപ്പമുള്ള ഇതാണ്. ആ പുകയാണ് ഇവർ തന്നെ വലിച്ചു കയറ്റുന്നത്. ഈ 15 വയസ്സുള്ള കുട്ടികൾ വലിച്ചു കയറ്റുന്ന ആ പുകയാണ്. ഭീകരമാണ്. ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇത്രയും പുക നേരെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയി എന്തായിരിക്കും അവസ്ഥ? കഞ്ചാവല്ല, ഇപ്പോൾ നമ്മൾ കിൻഡർ ജോയിലിട്ട് പൊടി എന്നൊക്കെ പറഞ്ഞു കേട്ടിടത്തോളം, നമ്മൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി കുറെ നാളായി കേട്ടിടത്തോളം അത് കഞ്ചാവൊന്നുമല്ല. അത് ഈ പറഞ്ഞ MDMA എന്നൊക്കെ പറയുന്ന ഇവർ മെറ്റൽ അല്ലെങ്കിൽ എന്താണ് റോക്കോ, കല്ലോ, മെത്തോ, എന്തൊക്കെ ഇവരുടെ കോഡ് ഭാഷ ഉണ്ടല്ലോ. അതടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് സാറിന്. അതടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഇവര് ബൈക്ക് മോഷ്ടിക്കുന്ന വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ചേട്ടാ, എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഓതന്റിസിറ്റി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാം നമ്മുടെ S. ശ്യാംകുമാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ വിശദമായിട്ട് ഒരു വാർത്ത നമ്മൾ ചെയ്യുന്നുണ്ട്. ചേട്ടാ, എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ എത്താം. എന്തായാലും താങ്കളുടെ ആ ധൈര്യത്തിന്, ആ ഇടപെടലിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാര്യം ഇടപെടൽ അറിയുമ്പോഴാണ് ഇത്രമാത്രം ഗ്രൗണ്ടിൽ ഭീകരമാണ്. നമുക്ക് നേരത്തെ അറിയാമെങ്കിലും ഒരാൾ നേർക്കുന്ന അനുഭവിച്ച കാര്യം പറയുമ്പോൾ അത്രയും ഉണ്ടല്ലോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശിവഗിരി മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ കുറിച്ചിരുന്നു. ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ഇത് ഭീകരമാണ്. ഇതിപ്പോൾ താങ്കൾ കേട്ടില്ലേ, കേവലം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനോട് അച്ഛൻ അനുഭവിച്ച അവരുടെ മകൾക്ക് നേരിട്ട യാദൃശ്ചികമായി കണ്ടെത്തി അവളെ രക്ഷപ്പെടുത്താൻ പറ്റിയൊരു അച്ഛൻ പറഞ്ഞത് കേട്ടതാണ്. ഇങ്ങനെ എത്ര അച്ഛന്മാരുണ്ടാവും? പുറത്തു പറയാൻ കഴിയാത്ത എത്ര അച്ഛന്മാരുണ്ടാവും? ഇപ്പോഴും ഈ കുട്ടികൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലറിയാത്ത എത്ര കുടുംബങ്ങളുണ്ടാവും? എനിക്കുറപ്പുണ്ട് ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. സ്വാമി, ഇത് ഏതെങ്കിലും സർക്കാർ വിചാരിച്ചാൽ മാത്രം തടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇവിടെ നമ്മുടെ മത നേതൃത്വങ്ങൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ സാംസ്കാരിക സംഘടനകൾ, ഉള്ളിൽ മനുഷ്യത്വം ചോർന്നു പോയിട്ടില്ലാത്ത മനുഷ്യരൊന്നാകെ ഇറങ്ങി നിന്നേ മതിയാവുകയുള്ളൂ. സ്വാമി, നമ്മുടെ മത നേതൃത്വങ്ങൾ ഇതിൻ്റെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൻ്റെ ഭീകരത എത്രയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടോ? അതിനനുസൃതമായ ഇടപെടൽ ഉണ്ടാവുന്നുണ്ടോ? ശിവഗിരി മഠത്തെ സംബന്ധിച്ച്
വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് മഠം മുന്നോട്ട് പോകുന്നത്. സ്വാമി കേൾക്കാൻ പറഞ്ഞോളൂ. ശിവഗിരി മഠത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മഠം മുന്നോട്ട് പോവുകയും ആശയപ്രചരണം വളരെ ശക്തമായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. മഠത്തിൻ്റേതായൊരു പോഷക ഘടകം ഗുരുധർമ്മ പ്രചരണ സഭ എന്ന പേരിൽ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ച് പ്രതിജ്ഞ ചെയ്യും, എൻ്റെ ജീവിതത്തിൽ മദ്യം എടുക്കില്ല, കുടിക്കില്ല, കൊടുക്കില്ല, മദ്യവിമുക്തമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കും. അങ്ങനെയുള്ള 2500 യൂണിറ്റുകൾ കേരളമൊട്ടാകെ, കേരളത്തിന് വെളിയിലായി ശിവഗിരി മഠത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആശയപരമായിട്ടുള്ള പ്രചരണം ഈ സഭയുടെ നേതൃത്വത്തിൽ വ്യാപകമായി നടത്തുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പൂർണ്ണമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് കേവലമായ ഒരു സത്യമാണ്. അത് കേരളത്തിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകൾ, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളിലേക്ക് ഈ മദ്യപാന ആസക്തി, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ, അവർക്ക് സുലഭമായി ഇവയെല്ലാം ലഭിക്കുവാനുള്ള സൗകര്യം ഇന്നുണ്ട്. സ്കൂളിനടുത്തുള്ള പെട്ടിക്കടകളിൽ ഇതെല്ലാം വ്യാപകമായി ഇന്ന് വിറ്റഴിയുന്നു. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. സ്കൂളുകൾക്ക് സമീപം ഇത് വിൽക്കുന്ന പെട്ടിക്കടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല. എപ്പോഴും അന്വേഷണം വേണം. പോലീസിൻ്റെ സത്വരമായ ശ്രദ്ധയുണ്ടാകണം. മറ്റൊരു കാര്യമുള്ളത്, കുടുംബത്തിൽ ഇന്ന് വ്യാപകമായ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശൈഥില്യമാണ്. പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അച്ഛനും മക്കളും കൊച്ചുമക്കളും എല്ലാം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും കുടുംബകാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറവ് ഒരാളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മറ്റൊരാളത് ചൂണ്ടിക്കാണിക്കുകയും അതിൽ മാതാപിതാക്കൾ അവരെ ശാസിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നതോടുകൂടി വീടുകളിൽ എല്ലാം ഓരോ തുരുത്തുകളായി മാറി. മാതാവും പിതാവും മക്കളും മരുമക്കളും ഒന്നും പരസ്പരം തന്നിൽ കാണുന്നില്ല. ഓരോരുത്തരും ഓരോ മുറിയിൽ ഇരുന്നുകൊണ്ട് അവരുടേതായ സാമ്രാജ്യം സൃഷ്ടിക്കുന്നു. അവർ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടാലും കുടുംബാംഗങ്ങൾ അറിയുന്നില്ല. ഈ സ്ഥിതിക്ക് മാറ്റം വരുവാൻ ശക്തമായ ആശയപ്രചരണം ഓരോ കുടുംബങ്ങൾ തോറും ഉണ്ടാകണം. ആ ഇടപെടൽ സ്വാമി പറയുകയാണ്, ശരിയാണ്. അത് പ്രധാനമാണ്. കുടുംബങ്ങളിൽ പെനട്രേറ്റ് ചെയ്യുകയും അവിടെ ആശയപ്രചരണം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന അടിയന്തരമായി ഞാൻ അങ്ങനെയൊക്കെ എത്താം സ്വാമി. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇവിടെ എന്താണ് ഒരു മകൻ ഇത്തരത്തിൽ ഒരു MDMA കേസിൽ പെടുക എന്ന് പറയുന്നത് ഒരു പിതാവിനും താങ്ങാവതല്ല. ഞാൻ 100% അംഗീകരിക്കുന്നു. ഒരു പിതാവ് എന്നുള്ള നിലയ്ക്കും പിതാവിനെ ജീവൻ പോലെ സ്നേഹിക്കുന്ന ഒരു മകൻ എന്നുള്ള നിലയ്ക്കും താങ്കളുടെ ആ വേദനയ്ക്കൊപ്പം ഞാൻ നിൽക്കുകയുമാണ്. അതോടൊപ്പം തന്നെ താങ്കൾ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊരാളുടെ തലയിൽ വെക്കുകയോ അല്ലെങ്കിൽ താങ്കൾക്ക് വേണമെങ്കിൽ വളരെ സുഗമമായി പറയാമായിരുന്നു വിഷ്ണു ചന്ദ്രശേഖരൻ, ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്നൊക്കെ താങ്കൾക്ക് വേണമെങ്കിൽ സുന്ദരമായി പറയാമായിരുന്നു. ഇല്ലെങ്കിൽ ഇത് പോലീസുകാർ പകപോക്കുകയാണെന്നോ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു, എൻ്റെ മകനൊന്നും അല്ല എന്നൊക്കെ പറയാം. പക്ഷെ താങ്കൾ അത് ചെയ്തില്ല. താങ്കൾ വളരെ കൃത്യമായി ആ മകനെ പറ്റി തെറ്റ് അഡ്മിറ്റ് ചെയ്യുക മാത്രമല്ല, മകനൊപ്പം കൂട്ടുകാരുണ്ടെന്നും അവരെ കൂടി നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങണം. ഇത് വീടിനകത്ത്, എൻ്റെ വീട്ടിനകത്തേക്ക് എത്തുന്ന പോലെ പല വീടുകൾക്കകത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു മാരകമായ ഭീകരമായ സത്യം താങ്കളുടെ മകൻ്റെ അനുഭവത്തിൽ താങ്കൾ കേരളത്തോട് പറയാൻ ശ്രമിച്ചു. അതിനാദ്യം അഭിനന്ദനങ്ങൾ. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്കളുടെ വ്യക്തിപരമായ അനുഭവത്തിൽ ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വിപത്ത് എത്രത്തോളം ഭീകരമാണ്? വലിയ ഭീകരതയാണ്. കാരണം 17-18 വയസ്സുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുകയാണ്. എൻ്റെ മകനും 27 വയസ്സുണ്ട്. 6 മാസം അവനെ തന്നെ എന്നോട് പറഞ്ഞാണ് 6 മാസം കൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഞാനിന്ന് രാവിലെ 2-3 മണിക്കൂർ അവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഒരു മൊബൈലിലേക്ക് ഒന്ന് കാശ് അയച്ചു കൊടുത്താൽ ഉടൻ തന്നെ അവർ ഈ സാധനം, ഈ MDM എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ മുട്ടിലോ എവിടെയെങ്കിലും വച്ചിട്ട് ഒരു പടം അയച്ചു കൊടുക്കും. ഉടൻ തന്നെ അടുത്ത് ഈ 30 കിലോമീറ്ററിനകത്തുള്ള ലൊക്കേഷനും
അതിനുവേണ്ടി ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഫോൺ എൻ്റെ മകൻ പറഞ്ഞത് UK ഒക്കെ ബേസുള്ള വെച്ചർ ഫോൺ, ഈ സിം കാർഡ് ഇല്ലാത്ത ഫോണാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. 30 കിലോമീറ്ററിനകത്ത് ആരാണ് പൈസ ഇട്ടാലും ഓടി ഉടൻ തന്നെ എത്തിക്കുന്നു ഈ സാധനം. ഇവിടെ പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സുലഭമായിട്ട് ഇത് കൊടുക്കുകയാണ്. നമ്മൾ യുവാക്കളെ കാര്യം മാത്രം ചർച്ച ചെയ്യുമ്പോഴോ പെൺകുട്ടികളിൽ നല്ലൊരു ഭാഗം ആളുകളും വലിയ കോളേജുകളിലൊക്കെ ഇത് സുലഭമായി നടക്കുന്നുണ്ട്. ചേട്ടന്റെ മകൻ 6 മാസമായി ഇതിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ ചന്ദ്രശേഖരൻ, താങ്കൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഫീൽ ചെയ്തോ മകനിൽ? ഇല്ല, ഒരു എന്തെങ്കിലും ഒരു മാറ്റം ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. വയസ്സ് 62 ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ലഹരിക്കെതിരാണ് ഞാൻ. എൻ്റെ മകന് മുഖത്തിലൊരു വ്യത്യാസമോ അല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചാരായമൊക്കെ കുടിക്കുന്ന ആളുകളെ ദൂരെ വച്ച് തന്നെ നമുക്കൊരു സ്മെല്ല് കൊണ്ട് അത് അവൻ ചാരായം കുടിച്ചിരിക്കണമെന്ന് പറയാം. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇവൻ ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും തിരക്കിൽ അവൻ ഇന്ന സാധനം വാങ്ങിച്ചോണ്ടോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുമെന്ന് പറയാൻ വിളിക്കാൻ പോകും. ആ ബാത്റൂമിൽ പോകുന്ന സമയം കൂടുതൽ സമയം ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു സംശയം മനസ്സിൽ തോന്നിയെങ്കിലും അത് ഇന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് ഇതിന് വേണ്ടിയുള്ള സമയം കൂടി അവിടെ എടുക്കുകയായിരുന്നു. എൻ്റെ മനസ്സിലൊരിക്കലും ഞാൻ ലഹരി വിരുദ്ധ പ്രവർത്തനം, ആയിരക്കണക്കിന് പ്രവർത്തകരെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. എത്രയോ രക്ഷകർത്താക്കൾ എൻ്റെ കയ്യിൽ കുട്ടികളെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം സാറെന്ന് പറഞ്ഞ്. എൻ്റെ വീട്ടിൽ എൻ്റെ അശ്രദ്ധ കുറച്ചുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്ന് പറഞ്ഞാൽ മകന് നേർക്ക് ഒരു അച്ഛൻ്റെ ഒരു കണ്ണ് എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഇപ്പം നമ്മളിപ്പം 27 വയസ്സ് എന്ന് പ്രായം എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ പ്രായമല്ല. ഇപ്പം നമ്മുടെ മക്കളെ എന്താണ് ഒരു +1 +2 അല്ലെങ്കിൽ അത് ഡിഗ്രി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഒക്കെ നോക്കുന്ന നോട്ടം എപ്പോഴും നോട്ടം സാധ്യമാവുമോ? എന്നാൽ പോലും ചേട്ടൻ്റെ മകൻ്റെ നേർക്ക് അച്ഛൻ്റെ നിശിതമായ ഒരു കണ്ണ് തെറ്റലുണ്ടായോ? അല്ല, ഈ 6 മാസം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ശ്രദ്ധ എനിക്ക് കുറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന മാതിരി 27 വയസ്സ്, 1 വർഷമായി കല്യാണം കഴിഞ്ഞ ആ കുട്ടിക്ക് പോലും ഒരു ശകലം സംശയത്തിനുള്ള വഴിയില്ല. എൻ്റെ കൂട്ടത്ത് ഇത് വിൽക്കുന്ന ആളുകൾ, ഇത് എണ്ണം പറഞ്ഞ ഈ ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകൾ ഈ രാവിലെ മുഴുവൻ മകൻ പറഞ്ഞിട്ട് ഈ പേരുകൾ എനിക്ക് എഴുതി തീരാൻ പോലും പറ്റിയില്ല. ഞാനതൊരു പോലീസ് ഓഫീസർക്ക് കൈമാറും 2-4 ദിവസത്തിനകത്ത്. എന്തായാലും ഇത് ഒരുപാട് ആളുകൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണ്. ഇത് വച്ചു കഴിഞ്ഞാൽ ഒന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു അനുഭവം എനിക്കില്ല. എന്തായാലും ഒരു പൂവാർ പോലീസ് 2 ദിവസത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്തു. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നി. അല്ലെങ്കിൽ ഒരു കുറേ കാലം കൂടി കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ എനിക്ക് എൻ്റെ മോൻ നഷ്ടപ്പെടുമായിരുന്നു, എത്രയോ മക്കൾ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ആ പോലീസ് ചെയ്ത ആ നടപടിയെ അങ്ങേയറ്റം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ മകനെ പിടിച്ചത് എന്ന് പറഞ്ഞുള്ള പരാതി എനിക്കില്ല. പക്ഷേ ഒരു സമൂഹത്തിനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ ആ പോലീസിൻ്റെ ചെറിയ നടപടി ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ചേട്ടാ, ഈ എന്ന് പറഞ്ഞാൽ ഇപ്പം മകൻ കുറേയധികം പേരുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇതിലൊരു വ്യാപകമായ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഒരാൾ പൈസ ഇട്ടാൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനം കേരളത്തിലെമ്പാടും ഈ മാഫിയയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഭീകരാവസ്ഥ എത്രത്തോളം ഭയാനകമാണ് ശ്രീ വിഷ്ണു ചന്ദ്രശേഖരൻ? ഭയാനകമാണ്. ഇത് അവരുടെ നെറ്റ്വർക്ക് ഈ പോലീസിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഈ ബൈക്കുകൾ ഓട്ടിച്ച് കൃത്യസ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നു, ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ വെർച്വൽ കാർഡില്ലാത്ത UK ഒക്കെയാണ് നമ്പറുകൾ. അത് കഴിഞ്ഞാൽ എൻ്റെ ചില നമ്പറുകൾ കിട്ടിയിട്ടുണ്ട്, ഞാനത് പോലീസിന് കൈമാറും. അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ഇതിനെ പുറത്ത് പറയുമെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഭീഷണി. അവൻ എൻ്റെ മോൻ തന്നെ പറഞ്ഞിട്ട് പറയണം, അച്ഛാ ഇവരൊക്കെ വലിയ റാക്കറ്റുകളാണ് എന്ന്. ഞാൻ പോലീസിനോട് പറയുന്നു, ഈ ഇവിടെ മുഴുവൻ റാക്കറ്റാണ്. ഏത് ഗ്രാമത്തിലും ഈ MDM മുതൽ കഞ്ചാവ് മുതലുള്ള ലഹരി വസ്തുക്കൾ യഥേഷ്ടം ആൾക്ക് കിട്ടുന്നു. അത് പെൺകുട്ടിക്കും കിട്ടുന്നു, ആൺകുട്ടിക്കും കിട്ടുന്നു. അവർ അത് കഴിക്കുന്നു, അതിനനുസരിച്ചുള്ള അക്രമങ്ങൾ നടക്കുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയില്ല, എക്സൈസിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കോളേജുകളിലെ പെൺകുട്ടിയുടെ ആയാലും ഈ മറ്റു കോളേജുകളിൽ പോലീസിനൊരു സ്പൈ വർക്കറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലേ? അതിനകത്തുനിന്നൊരു സ്പൈ വർക്കറെ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി ഒരു ദിവസം 10 കേസ് പിടിക്കാം. അല്ല, പോലീസ് ഒരു ടീം ഉണ്ടാക്കട്ടെ, 2-3 ഉണ്ടാക്കി രഹസ്യമായിട്ട് എന്നെ കൂടി ഉൾപ്പെടുത്തണം. രഹസ്യമായിട്ട്
ഞാൻ പറവറ ഒറ്റ ദിവസം കൊണ്ട് ഈ ജില്ലയിലെ ഒരു 25 പേരെങ്കിലും പോക്കിത്തരാൻ മുമ്പിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അത്ര വലിയ കുറ്റവാളികളെ, അതിന് വിശ്വാസമുള്ള പോലീസ് ഓഫീസറെ കിട്ടണം. താങ്ക് യു കേട്ടോ, താങ്ക് യു. ചേട്ടൻ പറയുന്നത്, ചേട്ടൻ്റെ നേരനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു ജീവിതഗന്ധിയായ വാക്കുകൾ താങ്കളിൽ നിന്ന് പുറപ്പെടും. താങ്ക് യു. എന്തായാലും താങ്കൾ അത് സംബന്ധിച്ചതിനും അതിലിറങ്ങി പുറപ്പെട്ടതിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഫിലിപ്പ് കവിയിൽ രണ്ടച്ഛന്മാർ സംസാരിക്കുകയാണ്. ഒന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ഒരു മകളുടെ അച്ഛൻ സംസാരിക്കുകയായിരുന്നു. ഒന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവ്, ഒരച്ഛൻ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുകയായിരുന്നു. ഫാദർ ഫിലിപ്പ് കവിയിൽ ഇവിടെ ഒരു പേപ്പറുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പേപ്പറാണ്. അതിൻ്റെ പേര് ഞാൻ പറയാത്തതിന് കാരണം ഇനി അത് ഉപയോഗിക്കാത്തവർ ആ പേര് പോയി ചോദിക്കേണ്ട എന്നുള്ളതാണ്. ഒട്ടുമിക്ക എല്ലാ കടയും ഈ സാധനം കിട്ടുമെന്നേ. അതിൻ്റെ ഉപയോഗം എന്താ പറഞ്ഞാൽ കഞ്ചാവോ ഈ ലഹരിയോ ചുരുട്ടി ഉപയോഗിക്കാനുള്ള ഒരു പേപ്പറാണ് ഈ പേപ്പർ. ഇനി കടയിൽ പോകാൻ മടിയുള്ളവർക്കോ ജസ്റ്റ് ഓൺലൈനിൽ പോയി പേപ്പറിൻ്റെ പേരടിച്ച് കൊടുത്താൽ അവർക്ക് ഓൺലൈനിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. ആ പേപ്പറിൻ്റെ ആകെ ഉപയോഗം എന്താണ്? ഇത്തരത്തിൽ കഞ്ചാവ് ചുരുട്ടിയോ അല്ലെങ്കിൽ ലഹരി ചുരുട്ടി ഉപയോഗിക്കാനുള്ള പേപ്പറാണ്. ആ പേപ്പർ താങ്കളൊന്ന് അന്വേഷിച്ച് നോക്കണം. വ്യാപകമായി വിറ്റ് പോകുന്നുണ്ട് കേരളത്തിലുടനീളം. ഫാദർ ഫിലിപ്പ് കവിയിൽ അങ്ങനൊരു ഇപ്പോൾ കത്തോലിക്ക KCBCയുടെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ സമിതിയൊക്കെ ഉണ്ട്. അതിൻ്റെ കാലം കഴിഞ്ഞു. അല്ലെങ്കിൽ മദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മദ്യമൊക്കെ ഈ ലഹരി വെച്ച് നോക്കിയാൽ പാവങ്ങൾ ചെറുതാണ്. അത്രത്തോളം മാരകമായ കുരുന്നുകളെ ഇല്ലാതായി കളയുന്ന, കൊന്നുകളയുന്ന, അവരെ കൊല്ലിക്കുന്ന ലഹരി വ്യാപനത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ മത നേതൃത്വങ്ങളുടെ ആവട്ടെ, സംഘടനാ നേതൃത്വങ്ങളാവട്ടെ, അതിനെ ടാക്കിൾ ചെയ്യാനുള്ള വഴികളും സമഗ്രമായി മാറണ്ടേ ഫാദർ ഫിലിപ്പ് കവി? തീർച്ചയായിട്ടും ഹാഷ്മി സാറെ, ആദ്യമായി തന്നെ ഞാനൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. ന്യൂസ് 24 ചാനലും ഹാഷ്മി സാറും പ്രത്യേകം താല്പര്യമെടുത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായ ഈ ലഹരി പ്രശ്നത്തെ പൊതുസമൂഹത്തിൻ്റെ ഇടയ്ക്ക് ചർച്ച ചെയ്യാൻ കാണിച്ച ഈ നല്ല മനസ്സിന് നന്ദി പറയുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സർക്കാരുകൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണം. നമുക്കൊരു സാമൂഹിക ക്ഷേമ വകുപ്പുണ്ട്. ഈ വകുപ്പ് പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, സർക്കാരുകളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവർ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം. അതുപോലെ മതങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇവിടെ നമ്മൾ ആരെയും പ്രതിക്കൂട്ടിലാക്കുകയല്ല, എല്ലാവരും കൂടെ ചേർന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തേണ്ടതാണ്. എനിക്ക് ചോദിക്കാനുള്ള 1-2 കാര്യങ്ങൾ. നമ്മളൊരു പനി പിടിച്ച് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ടെമ്പറേച്ചർ മാത്രമല്ല പ്രശ്നം, ആ ടെമ്പറേച്ചർ ഒരു ലക്ഷണമാണ്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ശരീരത്തിൽ ഈ പനി വരുന്നതെന്നാണ് ഡോക്ടർ കണ്ടുപിടിക്കുന്നത്. അതുപോലെ നമ്മൾ നമ്മുടെ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, അതാണ് ലക്ഷണങ്ങൾ. അതിന് കാരണം എന്താണെന്ന് കൂടി കണ്ടെത്തണം. കാരണം പുതിയ തലമുറയ്ക്ക് ലഭിക്കുന്ന മാതൃകകൾ എപ്രകാരമുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ സിനിമകൾ കാണാതെ പോകരുത്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച സിനിമകളുടെ കാര്യം ഞാൻ പ്രത്യേകം സിനിമയുടെ പേരെടുത്ത് പറഞ്ഞാൽ പിന്നെ അവർക്ക് വിഷമാകും, എങ്കിലും ഞാൻ പറയുകയാണ്. പല സിനിമകളും വെറും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളും. ഉദാഹരണത്തിന് മാർക്കോ, അല്ലെങ്കിൽ പണി, മുറ, ആവേശം തുടങ്ങിയ സിനിമകൾ. ഈ സിനിമകളിലൂടെയൊക്കെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്, അല്ല ഫാദർ, ഞാൻ പറയുന്നത് തലമുറയ്ക്ക് കൊടുക്കുന്നത്? ശരിയാണ്. ഈ താങ്കൾ പറഞ്ഞ ഒരു സിനിമ ഞാൻ കണ്ട, എനിക്കൊരു 10 മിനിറ്റ് കണ്ടിരിക്കാൻ പറ്റില്ല, അത്രത്തോളം ഭീകരമായ വയലൻസ് ആണ്. പക്ഷേ ഈ വയലൻസ് ഉള്ള സിനിമകൾ പണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലഹരികളൊക്കെ പണ്ടുമുണ്ട്. എന്നിപ്പം മദ്യവും അല്ലെങ്കിൽ കഞ്ചാവൊക്കെ നേരത്തെ ഉള്ളു. പക്ഷെ അന്ന് ഇത്രത്തോളം വലിയ കൊലപാതകങ്ങളിലെ കാര്യങ്ങൾ പോകുന്നില്ല. അപ്പോൾ എന്തോ കാര്യമായി മാറുന്നു. എൻ്റെ ചോദ്യം, ഉറപ്പായും സർക്കാർ ചെയ്യേണ്ട കാര്യം ചെയ്തേ മതിയോ, നമുക്ക് നിശ്ചയമായി ചോദിക്കുകയും ചെയ്യാം. പക്ഷെ നമ്മൾ സർക്കാരിനെ മാത്രം കൊണ്ടുവച്ചാൽ അച്ചോ നടക്കില്ല. എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിനകത്ത് ആരോരും അറിയാതെ വർഷങ്ങളോളം MDMA ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി അച്ഛനും അമ്മയ്ക്ക് നേരെ കൊലക്കത്തി ഓങ്ങുമ്പോൾ മാത്രം അവരറിയുന്നു, എൻ്റെ മകൻ, എൻ്റെ മകൾ ഇത്തരത്തിൽ വലിയ ലഹരിക്ക് അടിമയാണ്. അപ്പോൾ മാത്രമാണ് അറിയുന്നത്. അപ്പോൾ വീട്ടിനകത്ത് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സർക്കാർ അറിയും സാറേ? അതാണ് ഹാഷ്മി സാറേ എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്. നമ്മൾ സഭയുടെ ഭാഗത്തു നിന്നാണേലും മറ്റ് മതവിഭാഗത്തിലെ ആചാര്യന്മാരുടെ ഭാഗത്താണ് നമ്മളൊരു കൂട്ടുത്തരവാദിത്വത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. അതെന്തുകൊണ്ടാണ് ഈ സോഴ്സിലേക്ക് നമ്മൾ എത്തുന്നില്ല? ഇപ്പം പോലീസ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് DCP എന്നോട് ഷെയർ ചെയ്തു, അവിടെ ഇങ്ങനെ വലിയ മയക്കുമരുന്ന് വേട്ട നടത്തി. പക്ഷേ ഈ കേരളത്തിൽ എവിടെ നിന്നാണ് ഇത്ര വ്യാപകമായിട്ട് മയക്കുമരുന്ന് വരുന്നത് എന്ന് നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് ഗവൺമെൻറ്റിനെ സഹായിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. നമ്മുടെ സമൂഹം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ
ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മായിക ലോകം സൃഷ്ടിക്കുകയാണ്. അവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങൾ ഒരു മായിക ലോകത്തിൽ പെട്ടുപോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, സോഷ്യൽ മീഡിയയിൽ കൂടെ ഒത്തിരി വന്ന ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഈ വളപട്ടണം എന്ന സ്ഥലത്ത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി സ്വയം മുറിവേൽപ്പിച്ച് രക്തത്തിൽ വാർന്ന് നിൽക്കുകയും പോലീസുകാരും മറ്റ് ആളുകളും നിസ്സഹായരായിട്ട് അവിടെ നിൽക്കുകയും ചെയ്ത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എല്ലാവർക്കും സാറ് പറഞ്ഞതുപോലെ, ഹാഷ്മി സാറ് പറഞ്ഞതുപോലെ ഇത് പ്രാപ്യമാവുകയാണ് ഈ ലഹരി മരുന്നുകൾ. അതിനെ നമുക്ക് തടയാൻ സാധിക്കണം. അതിന് നമ്മൾ കൂട്ടായിട്ട് പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഈ പ്രവണത ലഭിക്കാനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തണം. സിനിമകൾ, വീഡിയോ ഗെയിമുകൾ, കൊല്ലാനുള്ള പ്രവണത, അക്രമ വാസന, അതിനെയൊക്കെ വളർത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. പിന്നെ ഈ കോവിഡ് കാലത്തിന് ശേഷം മനുഷ്യൻ്റെ സാമൂഹിക കുടുംബ അവസ്ഥ ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ദൈവവിചാരം വളരെയേറെ കുറഞ്ഞു. നമ്മുടെ നാട്ടിൽ കുരിശുമണി അടിച്ച സന്ധ്യാപ്രാർത്ഥന ചെല്ലുകയും നാമം ജപിക്കുന്ന ത്രിസന്ധ്യാ സമയത്ത് നാമം ജപിക്കുകയും നിസ്കരിക്കുകയും ചെയ്തിരുന്നൊരു നാടാണ്. അതൊക്കെ കുറഞ്ഞു പോകുമ്പോൾ കുട്ടികളിലും ഈ മൂല്യങ്ങൾ കുറയും. നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ മൂല്യങ്ങളിൽ കുട്ടികളെ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പക്ഷേ സർക്കാരിന് അതിപ്പറ താങ്കൾ നേരത്തെ കൂട്ടുത്തരവ് ഞാൻ അതിലേക്ക് എത്താം. ശ്രീ സുഹൈൽ മൗലവി, ശ്രീ വി പി സുഹൈൽ മൗലവി, ഇവിടെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം മഹല്ല് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് അതിനുവേണ്ടിയുള്ള പ്രത്യേക ബോധവൽക്കരണം, അല്ലെങ്കിൽ പള്ളികളിൽ ഉണ്ടാകുന്ന കൂട്ടായ്മകൾ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്ന കൂട്ടായ്മകൾ, നമ്മൾ ഇതിനോടകം ഞാൻ മനസ്സിലാക്കുന്നില്ല നമ്മുടെ മത നേതൃത്വങ്ങൾ ഇതിനെ ഇപ്പോഴും ഇതൊരു ഭീകര ത്രട്ടാണെന്നോ, അല്ലെങ്കിൽ തലമുറകളെ ഇല്ലാതാക്കി കളയുന്ന വല്ലാത്ത അവസ്ഥയാണെന്നോ, അല്ലെങ്കിൽ വീട്ടിനകത്തെ എല്ലാ കാലത്തെയും സ്വസ്ഥത നശിപ്പിച്ച് കളയുന്ന ഒരു ഭീകര സ്വത്വമാണ് ഈ പറയുന്ന ലഹരി എന്ന കാര്യം നമ്മുടെ മതനേതൃത്വം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഷുഹൈബ് മൗലവി, എങ്ങനെയാണ് മഹല്ല് കമ്മിറ്റി കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഒരു ബോധവൽക്കരണം സാധ്യമാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മതസംഘടനകളും അതുപോലെ തന്നെ സമുദായ സംഘടനകളുമൊക്കെ ഇതിൽ അനിവാര്യമായിട്ടും ക്രിയാത്മകമായി ഇടപെടേണ്ടതുണ്ട്. ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ മതം എന്നുള്ള വിഷയം വരുന്നത് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും മതവിശ്വാസികളാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ജുമാക്കെങ്കിലും പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ മക്കളെ മദ്രസയിൽ ചേർത്ത് പഠിപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ ആ നിലയ്ക്കെല്ലാം തന്നെ നമ്മുടെ മതപരമായ സംവിധാനങ്ങൾക്കും സമുദായ സംഘടനകൾക്കുമൊക്കെ ഈ ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ കൃത്യമായിട്ടുള്ള റോളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ പ്രഭാഷകർ, പ്രത്യേകിച്ചും ജുമാ പ്രഭാഷണത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ അവരുടെ പ്രഭാഷണങ്ങളിൽ നിരന്തരമായിട്ട് ലഹരിയെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, പിന്നീട് അതിൽ നിന്ന് അങ്ങോട്ട് വിടുകയും ചെയ്യും. അങ്ങനെയല്ല, ഇതെപ്പോഴും സമൂഹത്തെ ഓർമ്മിപ്പിക്കേണ്ടതും ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി നമ്മൾ ഈ മതപരം സമുദായപരം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പോലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു സംഗതി എന്ന് പറയുന്നത് ഈ യുവതലമുറയും നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ വിഭാഗം, അതുപോലെ തന്നെ ഈ പറയുന്ന കൗമാര യൗവനങ്ങളും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, അകലം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ അകലം കുറക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കാതലായിട്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. വി പി സുഹൈൽ മൗലവി, ഇവിടെ ഈ മദ്രസാ പഠനം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ മദ്രസയിൽ പോകുന്നതാണ്, അവിടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്, അവിടെ സിലബസ് ഒക്കെ ഉണ്ട്. ആ സിലബസിലൊരു പരിഷ്കരണം നടത്തിയാണെങ്കിലും കുട്ടികളോട്, ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ വളരെ കുഞ്ഞിലെ തന്നെ അതുങ്ങളുടെ തലച്ചോറിലേക്ക് എഴുതി വെക്കുന്ന കാര്യങ്ങൾ അതുങ്ങളുടെ ജീവിതകാലത്തുടനീളം എല്ലാ കാലത്തേക്കും ഗുണപ്രദമാവുന്നതാണ്. അപ്പം മദ്രസകളിൽ അവിടുത്തെ മതപാഠങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇത് വേണമെങ്കിൽ ഒരു പ്രത്യേക പാഠം പോലെയാക്കി ഇതൊക്കെയാണ് ലഹരികൾ, ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭീകരാവസ്ഥ ഇങ്ങനെയാണ്, ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നങ്ങൾ ഇതാണ്, ഇത് നിങ്ങളുടെ ജീവിതം മുടിപ്പിച്ച് കളയുന്നതാണ്
എന്ന ഒരു പാഠം വളരെ ചെറുതിലെ കൊടുത്താൽ കുറച്ചുകൂടി ഗുണകരമാവില്ലേ ശ്രീ ഷുഹൈബ് മൗലവി? ഈ മദ്രസ പഠനം എന്നൊക്കെ പറയുമ്പോൾ എന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ ഒരു ആത്മീയത നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പഠനം വികസിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നിശ്ചിത കാലം പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കാര്യമായിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിലേക്കായിരിക്കും പോവുക. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ മതപഠന രംഗത്തേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. എല്ലാവരും അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് പ്രായോഗികവുമല്ല. അതുകൊണ്ട് ഈ പുതിയ സമൂഹം, ആ പുതിയ സമൂഹത്തിലുള്ള ദുരാചാരങ്ങളും അതിനെതിരെയുള്ള ബോധവൽക്കരണവും, അതുപോലെ തന്നെ ഇപ്പറഞ്ഞ മദ്യം, ലഹരി, ആ ലഹരിയുടെ അപകടങ്ങൾ, അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള വശങ്ങൾ, അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ബോധവൽക്കരണം കൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകണം. സിലബസിൽ ഒരു മാറ്റമുണ്ടാക്കുക എന്നതിനപ്പുറത്ത് നിലവിലുള്ള സിലബസ് ആണെങ്കിൽ പോലും ഈ പുതിയ വാർത്തകളുടെയും ഈ പുതിയ വിവരങ്ങളുടെയുമൊക്കെ അടിസ്ഥാനത്തിൽ ലഹരി പോലുള്ള സാമൂഹിക തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനം ലഭിക്കത്തക്ക രീതിയിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ലഹരിയോടുള്ള ഒരു അറപ്പും വെറുപ്പും അവരുടെ മനസ്സിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഉത്ബോധനങ്ങളും ക്ലാസ്സുകളുമൊക്കെയാണ് നമ്മുടെ മദ്രസകളിൽ നിന്ന് ലഭിക്കേണ്ടത്. എക്സാക്ട്ലി, താങ്ക് യു സുഹൈബ് മൗലവി. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കറക്റ്റ് വാക്കാണത്. അറപ്പും വെറുപ്പും തന്നെ ഉണ്ടാവണം. ഏറെ ചെറുപ്രായത്തിലെ തന്നെ, കുഞ്ഞിലെ തന്നെ ഇത് സംഭവം എന്താണെന്ന് വളരെ കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർ ഒരു കാലത്തും ഒരു തവണ പോലും ഉപയോഗിച്ച് നോക്കാൻ കഴിയാത്തവണ്ണം ഇതിനോട് വലിയ വെറുപ്പ്, എന്ന് പറഞ്ഞാൽ ലഹരിയോട്, മയക്കുമരുന്നിനോട് വലിയ വെറുപ്പ് അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിക്കുകയും വേണം. റെജി ലൂക്കോസ് ഇവിടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാര്യം പോട്ടെ. കാര്യം അദ്ദേഹത്തിൻ്റെ മകന് 27 വയസ്സുണ്ട്. ഇതിൻ്റെ നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള പ്രായമാവുന്നുണ്ട്. എന്താണ്, മകൻ ശിവജിയിൽ നമുക്ക് കുറ്റം ആരോപിക്കാം. പക്ഷേ ആ മകൻ പറയുന്നുണ്ട്, ഞാൻ ഇനി മേലാൽ ഇത് കൈകൊണ്ട് തൊടില്ല എന്ന് അച്ഛന് വാക്ക് കൊടുക്കുന്നുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അതിന് പ്രകാരം ഞാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു അച്ഛൻ ഇരിക്കുന്നുണ്ട്. ആ അച്ഛൻ്റെ മകൾക്ക് 9 വയസ്സ് മാത്രമാണ് പ്രായം. അത് വളരെ യാദൃശികമായിട്ടാണ് അച്ഛൻ മകളുടെ ഉപയോഗം കണ്ടെത്താൻ കഴിഞ്ഞതും അതിൽ നിന്ന് ഈ റാക്കറ്റിൽ നിന്ന് പൂർണ്ണമായി മുങ്ങിപ്പോകാതെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും. ശ്രീ റെജി ലൂക്കോസ്, ഇത്തരത്തിൽ 7ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഡയറി മിൽക്കിൽ പൊടിയിട്ട് കൊടുത്തും മുട്ടായിൽ കലർത്തി കൊടുത്തും അഡിക്റ്റാക്കി അതിനുശേഷം ഈ പറഞ്ഞ കരിയർമാരാക്കുന്നു എന്നും വാർത്ത ഈ ചേട്ടൻ ആദ്യമായിട്ട് പറയുന്നതല്ല. നമ്മൾ നേരത്തെ ഒക്കെ കേൾക്കുന്നുണ്ട് ഈ സംഭവം. അത്രമാത്രം നാട്ടിൽ ആഴത്തിൽ വേരോടുമ്പോൾ സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന, ഇപ്പോൾ അന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയുണ്ടായി, പഞ്ചാബാണ് ലഹരിയുടെ ഹബ്ബ്, കേരളമല്ല എന്നൊക്കെ പറച്ചിൽ മതിയാവുമോ ശ്രീ ലൂക്കോസ്? ഇടപെടൽ ഉണ്ടാവണ്ടേ? എന്ന് പറഞ്ഞാൽ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്ന് ഞാൻ പറയല്ല. ബോധവൽക്കരണം വേണം, ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ്. പക്ഷേ അതൊക്കെ ഏതോ കാലത്ത് ഡിസൈൻ ചെയ്തതാണ്. അടിമുടി മാറ്റി പുതിയ കാലത്തെ ലഹരി ഭീഷണിയെ നേരിടാൻ ആവശ്യമായ പുതിയ പ്ലാൻ ഉണ്ടാവണ്ടേ സാർ? ഹാഷ്മിയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇതൊരു ക്രിയാത്മക ചർച്ചയായി മാറണമെന്ന് ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 ആത്മീയ നേതാക്കളും ആ പിതാവിൻ്റെ വേദന ഞാൻ ഉൾക്കൊള്ളുന്നു. ആ 3 ആത്മീയ നേതാക്കളും പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചുകൊണ്ട് ശിവഗിരി മഠാധിപതി ബഹുമാനപ്പെട്ട സ്വാമിജി പറഞ്ഞൊരു കാര്യം, ഒരു വാക്ക് ഞാൻ എടുക്കുക. അദ്ദേഹം പറഞ്ഞത് ഇത്തരം പരിവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാന്ന് പറഞ്ഞു. നിശ്ചയമായിട്ടും കുടുംബത്തിലെ ഇതുപോലെ വഴിതെറ്റിയവരെ ശ്രദ്ധിക്കാതെ കണ്ട്, കുടുംബം നന്നാക്കാതെ കണ്ട്, സമൂഹത്തിനെയും സമുദായത്തിനെയും നന്നാക്കാൻ ഇറങ്ങിയ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ഒരു ഗതികേട് ഓർത്താൽ എനിക്ക് വിഷമം വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ നിരർത്ഥകമായ പ്രവർത്തനങ്ങളുടെ വില എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇത് മറ്റു പല ഈ പറയുന്ന സാമൂഹ്യ സേവകർക്കും സമുദായ സേവകർക്കും അല്ലാത്തവർക്കൊക്കെ ഒരു പാഠമാകണം. ഞാൻ പറഞ്ഞത്, താങ്കൾ ക്രിയാത്മക ചർച്ച എന്ന് പറഞ്ഞിട്ട് താങ്കൾ ആ രീതിയിൽ പറയരുത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകന് പറ്റിയ ഒരു പിഴവ്, അത് അദ്ദേഹത്തിന്റെ മകന് പറ്റിയതാണെന്ന് തുറന്ന് സമ്മതിച്ച് അതിനെതിരെ പോരാട്ടം ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ നേതാവുണ്ട് കേട്ടോ വിഷ്ണു ചന്ദ്രശേഖരൻ. അല്ലാതെ വേറെ ആൾക്കാരെ പോലെ ഇത് മാധ്യമങ്ങൾ പറഞ്ഞ കള്ളവാർത്തയാണ്, എക്സൈസ് എടുത്ത കള്ളക്കേസാണെന്നും പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നതാണല്ലേ. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അല്ല, ഞാനതിനെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കാരണം സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ കുടുംബമാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ എന്തെങ്കിലും തകരാറ് വന്നാൽ ആ തകരാറിനെ കണ്ടുപിടിക്കാതെ കണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞോളൂ. അത് അദ്ദേഹത്തിന് ബോധ്യമായത് മാതൃകാപരമാണ്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയല്ലാണ്, കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. അത് നമ്മൾ ഈ കേൾക്കുന്ന ചർച്ച ചെയ്യുന്നവർക്കറിയാം. മറ്റൊരു പ്രത്യേകത എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു ഭരണകൂടത്തിനെയും പോലീസ് സംവിധാനത്തിനെയും എക്സൈസിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളതൊരു ഒളിച്ചോടൽ നടത്തുന്നതിൽ അർത്ഥമില്ല. ഭരണ സംവിധാനത്തിനും എക്സൈസിനും പോലീസ് സംവിധാനത്തിനും നിയമത്തിനൊക്കെ അതിൻ്റെതായ റോളുണ്ട്, അത് നിഷേധിക്കുന്നില്ല. സമൂഹം വളരെ രീതിയിൽ ഉയരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എനിക്ക് വളരെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ചെന്താമരയെക്കുറിച്ച് ഞാനും ആഷ്മിയായിട്ടോട് ചർച്ച ചെയ്തിട്ടുണ്ട്. നെന്മാറയിലെ ചെന്താമര
പോലീസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു അയാൾ മയക്കുമരുന്നോ മദ്യമോ കഴിക്കത്തില്ല. അയാൾ 3 പേരെ കൊന്നു. 2019 തൻ്റെ മുടിയുടെ പേരിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ജോത്സ്യത്തിൽ കണ്ട പ്രകാരം അയാൾ വെട്ടിക്കൊന്നു. പരോളിൽ 5 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോൾ മരണപ്പെട്ട ആ ഭാര്യയുടെ നിസ്സഹായനായ ഭർത്താവിനെയും ആ മനുഷ്യൻ്റെ അമ്മ ഇയാൾ വെട്ടിക്കൊന്നു. തീർന്നില്ല, അയാൾ പോലീസ് പിടി കൊടുത്തപ്പോൾ അയാൾ ഒരു ഭാവവ്യത്യാസമില്ലാണ് അയാൾ പറയുന്നത് അയാളുടെ മകളുടെ ഹസ്ബൻഡ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേര് അയാളുടെ ലിസ്റ്റിലുണ്ട്, അവരെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. ഈ മനുഷ്യൻ മയക്കുമരുന്ന് കഴിക്കത്തില്ല, മദ്യം കഴിക്കത്തില്ല. അയാളിൽ കണ്ടതെന്താ? അമ്മയെ കഴുത്തറുത്തവൻ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ 10 ദിവസം മുമ്പ് മയക്കുമരുന്നും മദ്യവും കഴിക്കുകയില്ലെന്ന് പോലീസ് റിപ്പോർട്ടുണ്ട്. അപ്പൊ ഇവരെ താമരശ്ശേരി അമ്മയെ കഴുത്തറുത്ത 2 മക്കളും ലഹരിക്കടിമകളാണ്. അമ്മയെ കഴുത്തറുത്ത അടുത്ത് വന്ന 2 കേസുകളും ലഹരിക്കടിമകളാണ്. അച്ഛനെ കൊന്ന അവന് ലഹരിക്കടിമയാ. അത് വേറെ. ഞാൻ പറഞ്ഞല്ലോ, വടക്കൻ പറവൂർ സമൂഹത്തിലുള്ള ഒരു ഗ്രാമത്തിൽ 3 പേരെ കൊന്നവൻ മയക്കുമരുന്നിന് അടിമയാണ്. നിങ്ങൾ പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ മയക്കുമരുന്നിന് അല്ല, ഇത് കേക്ക്, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടില്ല. അല്ല സാറേ, എനിക്ക് മനസ്സിലായി റജു ലൂക്കോസ്, താങ്കൾ പറയുന്ന ഈ അമ്മയെ കൊന്ന ആളും മയക്കുമരുന്നിന് അടിമയാ. തൃശ്ശൂരും താമരശ്ശേരിയും ഉണ്ടായ 2 സംഭവങ്ങളിലെ 2 വിദ്യാർത്ഥികളും മയക്കുമരുന്നിന് അടിമകളാ. അല്ല, ഇത് കേക്കൂ. അതല്ല, സ്വന്തം അമ്മയെ അടി കൊടുത്ത് കത്തി കൊണ്ട് കഴുത്തിനർത്ത് ഒരു മയക്കുമരുന്നിന് അടിമയില്ലാത്ത ഒരുത്തവൻ ബ്ലാക്ക് വർഷിപ്പിന്റെ പരിണിത ഫലമായിട്ട് ചെയ്തതാണെന്നുള്ളതും ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ ദമ്പതികളും അവരുടെ സുഹൃത്തായി തിരുവനന്തപുരത്തെ ഒരു വനിതാ ടീച്ചറോട് അരുണാചൽ പ്രദേശിൽ പോയി സ്വയം പീഡിപ്പിച്ച് ആത്മഹത്യ ഞാൻ പറയുന്നത് ഇപ്പൊ ചെന്താമരയെ പോലെയുള്ള കൂട്ടക്കൊലപാതകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ റിപ്പർ ചന്ദ്രനെ പോലെയുള്ള ആൾക്കാർ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ക്രൈം ഉണ്ട് അവിടെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. റജി ലൂക്കോസ്, ഞാൻ പറയുന്നത് ഈ കൊലപാതകങ്ങളൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ മാത്രം കൊലപാതകങ്ങളാണ് എന്ന് പറയുന്നതല്ല. ഞാൻ പറയുന്നത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പോയ 2021 22 എത്തുമ്പോൾ 300-400% വർധനമാണ് പിടിച്ച കേസുകളിൽ മാത്രം. ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ ഈ കഴിഞ്ഞ ഇന്നും ഇന്നലെയുമായി വന്ന ഈ മയക്കുമരുന്ന് പിടിച്ച കേസുകളുടെ എണ്ണം 10-25 കേസുണ്ട്. റജി ലൂക്കോസ്, ഇത്രയൊക്കെ പിടിച്ചിട്ടും ഒഴുക്ക് നമുക്ക് തടയാൻ കഴിയുന്നില്ല. അത് ക്രൈമിലേക്ക് നയിക്കുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ മയക്കുമരുന്നും കൊലപാതകവും തമ്മിൽ ബന്ധമില്ലെന്നാണ് പറയാൻ വരുന്നത്. അങ്ങനെ പറയല്ലേ റജി ലൂക്കോസ്? ഹാഷ്മി, ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന വ്യക്തിയല്ല. ഞാൻ ഈ മയക്കുമരുന്നുകൾക്കെതിരെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ പറയുമ്പോൾ മയക്കുമരുന്നിന്റെ വ്യാപനങ്ങളെ തടയുന്നതോടൊപ്പം തന്നെ മറ്റ് മയക്കുമരുന്നിനേക്കാളും ഭീകരമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധതയ്ക്ക് ഇടവരുന്ന ചില മയക്കുമരുന്നിനേക്കാളും ദോഷമായ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കൊലപാതകങ്ങൾ നടക്കുന്നത് മുഴുവനും മയക്കുമരുന്നിന്റെ പേരിലാണെന്നും പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത് ഒരു വശത്തെ മാത്രം കാണുമ്പോൾ മറുവശത്ത് അതിലും നിസ്സംഗതരും നിർവികാരങ്ങളുമായി ചെറുപ്പക്കാരനെ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ ഈ 3 ആത്മീയ നേതാക്കളും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ശിവഗിരി ആശ്രമം, അതുപോലെ തന്നെ നമ്മുടെ പാള ഇമാം, അവരെ പോലുള്ളവർ, കത്തോലിക്ക സമൂഹമൊക്കെ അവരുടെ സ്ഥാപനങ്ങളിൽ അവരുടെ ആലയങ്ങളിലൊക്കെ ഇതിനൊക്കെതിരെയുള്ള തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അതിൽ പങ്കെടുക്കുന്ന ആളാ. അതിനോടൊപ്പം തന്നെ ഈ ഭക്തി കച്ചവടം ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ഇതുപോലെ ദുരാചാരങ്ങളും അതുപോലെ വ്യാപിപ്പിക്കുന്നവരും ഒരു വലിയ ദുരന്തങ്ങളെ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, സ്വയം ആത്മഹത്യയുടെ. അപ്പൊ അതിനെ കൂടി ചർച്ച ചെയ്യാൻ സർക്കാരിന്റെ റോളിലേക്ക് വരും. ആ ചോദ്യം ഞാൻ മറുപടി ബാധ്യസ്ഥരാ. കേൾക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഡിബേറ്റ് ചെയ്യുമ്പോൾ സർക്കാർ പോയ കാലത്തിന്റെ പഴയ കാലത്ത് ഡിസൈൻ ചെയ്ത ലഹരി വിരുദ്ധ പോരാട്ടം മതിയാവില്ല. സമൂഹത്തിൽ വരുന്ന തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല കാര്യത്തിൽ സർക്കാരും പോലീസ് സംവിധാനങ്ങളുടെയൊക്കെ പരിധിക്കപ്പുറം നമ്മൾ സ്വയം തീരുമാനം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എൻ്റെ ഗ്രാമത്തിൽ പാതിരാത്രിക്ക് ഡോറ് തുറന്നിട്ട് കിടക്കാം. അവിടെ ഒരു വർഷം മുമ്പ് ഒരു അപരിചിതരായ 2-3 ബൈക്കുകാരത്തിനെ കണ്ടപ്പോൾ അവനെ ചോദ്യം ചെയ്തവൻ വെല്ലുവിളിച്ചത് മാത്രമല്ല, മിനിറ്റുകൾക്കുള്ളിൽ 10-60 ബൈക്ക് അവിടെ വന്നു. ഇന്ന് ആ ഗ്രാമത്തിൽ മനുഷ്യൻ പേടിച്ചാണ് ജീവിക്കുന്നത്. അത് ഈ മയക്കുമരുന്ന് വ്യാപാരികളാ. നമ്മുടെ ഗ്രാമങ്ങളെ പോലും പിടിച്ചു വിളിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു മാഫിയ നടക്കുന്നു കേരളത്തിൽ. അവർ തഴച്ചു വളരുന്നു. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, മദ്യം മാത്രം നിരോധിക്കണമെന്ന് പറഞ്ഞു കുറെ സംഘടനകൾ കേരളത്തിലുണ്ട്. അവരാരെങ്കിലും ഈ മയക്കുമരുന്നിനെതിരെ ശബ്ദിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്താണ് ഈ സാധനം ഇവിടെ വർദ്ധിച്ചത്. കോവിഡ് കാലത്ത് മദ്യം കിട്ടാത്തതിന്റെ പേരിൽ വ്യാജമദ്യം ഇവിടെ ഒഴുകി സ്വയം നിർമ്മിച്ചു. ഇതുപോലെ മയക്കുമരുന്നുകൾക്ക് വ്യാപനങ്ങൾ കൂടി. നമ്മൾ ഒരു വശം മാത്രം കണ്ടാൽ പോലും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഇത്തരം അമിത ഭക്തി കച്ചവടം ചെയ്യുന്നവരെയും എത്തരം വ്യാപാരികളെയും ദുരാചാരങ്ങൾ മാത്രം വിട്ട് ഈ ജ്യോത്സ്യന്മാരെ പോലുള്ളവരെ, എല്ലാ മതത്തിൽപ്പെട്ട ജ്യോത്സ്യന്മാരെയും എല്ലാം അവരെയും ചോദ്യം ചെയ്യാനുള്ള തന്റെ ഇടം നമ്മൾ കാണിക്കണം. അതാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം. മറ്റൊരു കാര്യം ഒരു വാചകം കൂടോത്ര അന്ധവിശ്വാസം ഇല്ലെന്ന് ഞാൻ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന വസ്തുത
നമുക്ക് മുന്നിൽ നിൽക്കുന്ന വസ്തുത കൂടോത്രത്തെക്കാളും അന്ധവിശ്വാസത്തെക്കാളും ഇവിടെ സാറേ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ കൈകളിൽ ഈ പറഞ്ഞ ലഹരി യഥേഷ്ടം എത്തുക, അതിൽ വീഴാത്ത കുട്ടികളെ ഇത്തരത്തിൽ ഡയറി മിൽക്കിൽ ഈ സാധനം കലർത്തി കൊടുത്ത് അഡിക്റ്റ് ആക്കിയതിനു ശേഷം ഇതിന് 2000-3000 വിലയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ 2000 രൂപ എവിടെ? അതിനുവേണ്ടി അവൻ പൈസ എടുക്കാൻ വേണ്ടി മോട്ടിക്കാൻ വേണ്ടി ഇറങ്ങുക, അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് ഇറങ്ങുക. ജീവിതകാലം മൊത്തം കുറ്റവാളിയാക്കാൻ തക്കതുള്ള വലിയ മാഫിയ നിൽക്കുമ്പോൾ കൂടോത്രം പറയാവോ? കൂടോത്രം പറയേണ്ട സമയത്ത് പറ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാരും ഇത്തരക്കാരെ ഈ ഭക്തിയുടെ പേരിൽ നടക്കുന്ന ദുരാചാരങ്ങളെയും ഇത്തരം കച്ചവടക്കാരെയും നിർഗുണ പരബ്രഹ്മങ്ങളായിട്ട് ഒരു സമൂഹത്തെ മാറ്റി നിർവികാര ജീവികളായിട്ട് അവരെ ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറ്റി തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുന്ന ഇത്തരം കച്ചവടക്കാരെ നിങ്ങൾ മിണ്ടത്തില്ല. കാരണം ഇവർ നാളെ മതത്തിന്റെ ചാപ്പയം കുത്തിക്കൊണ്ടുവരും. ഞങ്ങളുടെ വിശ്വാസം ഈ 3 ആചാര്യന്മാരെയും അത് ചർച്ച ചെയ്യാൻ മടി. അന്ധവിശ്വാസവും നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നിട്ടില്ലേ? അന്ധവിശ്വാസം കൂടോത്രവും ഒക്കെ എതിർക്കപ്പെടേണ്ടതാണ്. ഈ പറഞ്ഞ അന്ധവിശ്വാസ നിരോധന ബില്ലെന്നൊരു ബില്ല് നടപ്പാക്കാൻ ഈ സർക്കാർ ഇച്ഛാശക്തി ഉണ്ടോ എന്ന് ചോദ്യം നമ്മൾ തന്നെ ചോദിച്ചിട്ടില്ലേ? അതുപോട്ടെ, നമ്മുടെ വിഷയം ഇപ്പം അതല്ലല്ലോ. നമ്മുടെ വിഷയം അതിനേക്കാൾ ഭീകരമായ ഭയാനകമായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു മാഫിയ ഇറങ്ങുന്നു. അതിനെ ചെറുക്കണ്ടേ, നിയന്ത്രിക്കണ്ടേ? അപ്പോഴൊക്കെ നമുക്ക് പഴയ കൂടോത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വസ്തുതകൾ ആശ്മി മറച്ചു വെക്കണ്ട. തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കണം. അതിന് ഇവരെ പോലുള്ള ആത്മീയ നേതാക്കന്മാർ മുൻകൈ എടുക്കണം. ഞങ്ങളൊക്കെ പിന്നിലുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കാൻ ഒരു കാരണം അതുതന്നെ. പക്ഷേ മറുവശത്ത് ഈ സമൂഹത്തെ മയക്കുമരുന്ന് മാത്രമല്ല കാരണം തിന്നുന്നത്. നിങ്ങൾക്കറിയാം, പാശ്ചാത്യ നാടുകളിൽ ഇവരുടെ ഒന്നും വാർത്തകൾ പോലും എടുത്തില്ല. ഒരു ഭക്തി കച്ചവടക്കാരെ വാർത്ത പോലും എടുത്തില്ല. അതുകൊണ്ട് അവിടെ ഹാപ്പി ആയിട്ട് മനുഷ്യൻ കടന്നാക്രമിക്കലും ഇതുപോലെ അല്ല ആശ്മി, ഇത് പറയേണ്ടത് തന്നെയാണ് ഈ ചർച്ചയിൽ. വീട് നോക്കാതെ കണ്ട് അദ്ദേഹം സമുദായത്തിനെ ഉദ്ധരിക്കാൻ നടന്നതിൽ ഞാൻ പറഞ്ഞപ്പോൾ ആർക്ക് സംഭവിക്കാന്നേ ഇങ്ങനെയുള്ളവരെ ഇത് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും ഈ പാവച്ചന്റെ മാത്രം അവസ്ഥയല്ലെന്നേ. ആരുടെ വീട്ടിൽ എപ്പോ വേണം എങ്ങനെ വേണം സംഭവിക്കുക ഇത്? കാര്യം അത്രത്തോളം വീടിനടുത്ത് നിൽക്കുക. മക്കൾ ഉപയോഗിച്ചാൽ നമ്മളൊന്നും അറിയത്തില്ല. അറിയാതിരിക്കാനുള്ള അത്യാധുനിക വിദ്യകൾ ഈ കുട്ടികൾക്കറിയാം, അല്ലെങ്കിൽ ഈ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കറിയാം, അത് പിടിക്കപ്പെടാതിരിക്കാൻ. അപ്പൊ മുന്നിൽ നിൽക്കുന്നവരെ അഭിനന്ദിക്കും. ഞാൻ അങ്ങനെയൊക്കെ ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയാം. അല്ലല്ലോ, ഒറ്റ കാര്യം പറഞ്ഞോണ്ട് ഞാൻ നിർത്തുക. ഒറ്റ കാര്യം പറയാം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഭയമാണ് ഇവരെ വിരളി ചൂണ്ടാൻ. കാരണം എന്താ അറിയോ, ഇവരൊരു മാഫിയായിട്ട് വളർന്നു. അപ്പൊ ഇതുപോലെയുള്ള സംഘടനകൾ ശക്തമായിട്ട് മുന്നോട്ടിറങ്ങി ഇത്തരം മാഫിയകളെ, മയക്കുമരുന്ന് മാഫിയകൾക്കും ഇതുപോലെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി മുന്നോട്ടിറങ്ങി നിങ്ങൾ മാധ്യമങ്ങൾ മുന്നോട്ടിറങ്ങണം. മറച്ചു വെച്ചുകൊണ്ട് വൺ സൈഡ് ആയിട്ട് ഒരു സർക്കാരിനെ മാത്രം പഴി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ നേരിടാൻ പറ്റില്ല. കേരളം എന്ന് പറയുന്നത് മയക്കുമരുന്ന് മാഫിയയുടെ മുഴുവൻ പിടിയിലാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അപ്പുറത്ത് പിടിമുറുക്കുന്ന ഒരു വിഭാഗത്തിന് നമ്മൾ കാണാതിരിക്കുക. ഞാൻ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയതല്ല, സർക്കാർ ചെയ്യാനുള്ള ചെയ്യണം. ഞാൻ നമ്മുടെ ഈ ചർച്ചയിൽ 3 മതനേതൃത്വം ഇരുത്താനുള്ള കാരണം എന്താണ്? ബഹുഭൂരിപക്ഷം മതവിശ്വാസികളായ ഒരു നാട്ടിൽ നേതൃത്വങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തേ മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നാട് മുടിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. കെ മാനണി, ശരി കെ മാനണി ഇവിടെ വെഞ്ഞാറമ്മൂട്ടിൽ ഒരാൾ അമ്മയെ ആദ്യം കറക്കി തറയിലടിക്കുന്നു. അതിനുശേഷം കിലോമീറ്റർ സഞ്ചരിച്ചു പോയി ഒരു കൊലപാതകം നടത്തുന്നു. വീണ്ടും കിലോമീറ്റർ സഞ്ചരിച്ച് പോയി അടുത്ത കൊലപാതകം നടത്തുന്നു. അതിനുശേഷം വീണ്ടും വീട്ടിൽ വരുന്നു. അവൻ്റെ കാമുകിയെ അടിച്ചു കൊല്ലുന്നു. അതിനുശേഷം അനിയനെ വിളിച്ചുകൊണ്ട് അടിച്ചു കൊല്ലുന്നു. അതിനുശേഷം നന്നായി പോയി കുളിച്ച് ഏതോ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി അമ്മ അയൺ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് ഇൻസർട്ട് ചെയ്ത് നന്നായി പെർഫ്യൂമൊക്കെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുകയാണ്, സാർ ഞാൻ 6 പേരെ കൊന്നവനാണെന്ന് പറയുകയാണ്. ഇയാൾ ഒരാഴ്ചയായിട്ട് മദ്യപാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിന് വ്യക്തമല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊടിയ ലഹരിയുടെ സ്വാധീനത്തിലല്ലാതെ ഒരു മനുഷ്യന് അത്തരത്തിൽ ഇൻസെൻസിറ്റീവ് ആവാൻ പറ്റില്ല. പക്ഷേ കെ മാനണി നേരത്തെയും ഇത്തരം ലഹരികളുണ്ട്. ആ ലഹരികൾ കുറ്റകൃത്യത്തിലേക്ക് എങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്? അതിന് ഏത് രീതിയിൽ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് ചെറുക്കാൻ കഴിയും? ശ്രീ കെ മാനണി. കാശ്മി, ആദ്യമായിട്ട് ഞാൻ ഈ ചർച്ചയിൽ സാധാരണ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വിഷയത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിച്ചതിന് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ ചർച്ച ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആ പിതാക്കന്മാർ 2 പേര് അതിലാണ് ഞാൻ കാര്യമായിട്ട് ഗവനിക്കുന്നത്. ആ എറണാകുളം സിറ്റിയുടെ നടുവിൽ താമസിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവിൻ്റെ വേദനയാണ്. അത് നമ്മൾ ഈ കേരളം ഉൾക്കൊള്ളേണ്ടതാണ്. ആര് എന്ത് തന്നെ പറഞ്ഞിരുന്നാലും
ആ ഒരു 9ാം ക്ലാസ് കുട്ടിയുടെ മാത്രം പെൺകുട്ടിയുടെ മാത്രമല്ല, കേരളത്തിലെ ഹൈസ്കൂളിൽ പഠിക്കുന്നതും +2 പഠിക്കുന്നതും അല്ലെ അങ്ങനെയുള്ള 10, 16, 17 വയസ്സുള്ള മുഴുവൻ പെൺകുട്ടികളെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ടോ മറ്റേത് ഒരു സാഹചര്യത്തിലുമല്ല കാണേണ്ടത്. അതിനൊരു സാമൂഹ്യ വിപത്തായി കണ്ടിട്ട് അതിനെ നമ്മൾ നേരിടാനാണ് ശ്രമിക്കേണ്ടത്. അതിനകത്ത് ആരെയെങ്കിലും കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വെള്ളപൂശാനോ ഉള്ള ഒരു ശ്രമം അല്ല ഇത്. ഈ ചർച്ചയെന്ന് പറയുന്നത് നമ്മളെല്ലാവരും അത്രമാത്രം ഗതികിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കേരള ജനതയ്ക്ക് ഈ മയക്കുമരുന്നിൻ്റെ പിടിയിലായിരിക്കുന്ന അല്ല ഈ ഗ്രാമാന്തരങ്ങളിൽ ശ്രീ റെജി ലൂക്കോസ് തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ 60 പേർ ഒറ്റ നിമിഷം കൊണ്ട് വന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ മാത്രമല്ല, നമുക്കറിയാം ഇപ്പം പറഞ്ഞ സിറ്റി, ഇപ്പം കാക്കനാട് പോലുള്ള എറണാകുളത്തിൻ്റെ ഹാർട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും സ്കൂളുകളിൽ കുട്ടികളെ വിശ്വസിച്ച് വിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ വെഞ്ഞാറമൂടിൽ കണ്ടത്. നമ്മൾ ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമുണ്ട് അതിനകത്ത്. ഇതിൽ ഫർസാന എന്ന് പറഞ്ഞ PG ക്ലാസ്സിന് MSc പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ഈ പറഞ്ഞ പ്രതി വശീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ആ പെൺകുട്ടിയെ പ്രേമിക്കുന്നുവെന്ന് പ്രേമം നടിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയാണ്. ക്രൂരമായിട്ട് പ്രേമത്തിൻ്റെ ബേസിൽ അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ തലച്ചോറ് തകർത്താണ് അയാളെ കൊലപാതകം ചെയ്തിരിക്കുന്നത്. ബാക്കി 4 പേരെയും കൊലപ്പെടുത്തിയ പോലെയല്ല ഈ കുട്ടി, ആ കുടുംബത്തിൽപ്പെട്ടതല്ല. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവരെ അനുഭവിക്കുന്ന വേദന നമ്മൾ കേരളം ഉൾക്കൊള്ളേണ്ടതാണ്. ആരും ഒരു ചർച്ചയിലും അത് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളിത് ഒരു വലിയ ഒരു വിഷയമായിട്ട് ഏറ്റെടുത്ത് ജനകീയ മുന്നേറ്റം പോലെ തന്നെ ഇപ്പം സമുദായ നേതാക്കളായിട്ടുള്ള ആളുകൾ വന്നു. അവർക്കെല്ലാം ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിത് നിർത്തലാക്കണം അല്ലെങ്കിൽ ഇതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് തന്നെ താല്പര്യമുള്ള ആൾക്കാരാണ്. അതനുസരിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞതിൽ വളരെ സഹതാർക്കം തന്നെയാണ്. നമ്മുടെ നാടിന്ന് ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ്. ഓരോ വീട് നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരുടെയും വീടിൻ്റെ ഒരു 300 മീറ്ററിനുള്ളിൽ മയക്കുമരുന്നിൻ്റെ വിപണനമോ ഇടപാടുകളോ നടക്കുന്ന ഒരു സ്ഥലമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇപ്പം റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ കോവിഡ് കാലത്തൊന്നും അല്ല ഇത് വന്നത്. അതിനൊക്കെ മുമ്പ്, കുറച്ചുകൂടെ മുമ്പ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാഹചര്യങ്ങളുണ്ട്. ഇവിടെ വന്ന വികലമായ അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത ഒരു മദ്യനയത്തിൻ്റെ പേരിലാണ് ഈ സാധാരണക്കാരന് മദ്യം വാങ്ങി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കള്ളിലും മറ്റും മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനന്ന് സർവീസിലുള്ള കാലഘട്ടം തന്നെ ആണ്. അന്ന് അതിൽ നമ്മൾ സംശയം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ ആശങ്ക നമുക്കന്നുണ്ടായി ഇതിനെപ്പറ്റി കാണുന്നത് കൊണ്ട്. ഒരു 2020 ഇവിടെ മയക്കുമരുന്നിന്റെ പിടിയിലാകുമെന്ന് കരുതി പറഞ്ഞതുപോലെ തന്നെ വരുന്നത് ഒരുപാട് ലേറ്റായി മതിയായ സമയം കിട്ടില്ല. നമുക്ക് അടുത്ത ചർച്ചയിൽ അത് പരിഹരിക്കും. എനിക്ക് ഇടപെടലിലേക്ക് പോകണം. ഞാൻ രക്ഷാകർത്താവ് ഒരിക്കലും പോവുകയാണ്. ചേട്ടനെ അയച്ചു തന്ന ആ വീഡിയോയും അതിൽ കേട്ട ഓഡിയോ ക്ലിപ്പൊക്കെ കേൾക്കുമ്പോഴേക്കും ഇത് കുറച്ച് വ്യാപകമാണ്, കുട്ടികൾക്കിടയിൽ കുറച്ച് വ്യാപകമാണെന്നൊരു ഫീൽ ഉണ്ടാകുന്നു. താങ്കളത് പോലീസിനെ ഏൽപ്പിച്ചു, പോലീസ് അതിന് പണി ചെയ്യട്ടെ. പക്ഷേ എൻ്റെ സംശയം, ഇത് ദീർഘകാലമായി ഇപ്പോൾ ചേട്ടൻ അനുഭവം ഉണ്ടായിട്ട് 10 മാസമായ കാര്യം പറയുകയാണ്. ദീർഘകാലമായി തുടരുമ്പോഴും ഇതെന്തുകൊണ്ടാകും ശരിയാവണ്ണം ആരുടെയും കണ്ണിൽപ്പെടാതെ തടയപ്പെടാതെ പോകുന്നത്? സാർ, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മളിപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനുള്ള ഒരു സമയമല്ല. അത് എൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മളുടെ സൊസൈറ്റിയുടെ അവസ്ഥ അങ്ങോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ എന്തുകൊണ്ട് ഇവർ ഇത്തരം മീഡിയേറ്റർ ആക്കണം, അത് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ. അതായത് ഇത്തരം ചെറിയ കുട്ടികളെ നമ്മൾ കൈയോടെ പൊക്കിയാൽ പോലും പോലീസിന് കേസെടുക്കാൻ പറ്റില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ സങ്കടം. ഞാനിപ്പോൾ കൈയോടെ പിടിച്ചിട്ട് വരും ഇവരൊക്കെ, പക്ഷേ കേസെടുക്കാൻ പറ്റില്ല, വെറുതെ വിടേണ്ടി വരും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടി പോയി ആത്മഹത്യ ചെയ്താൽ ഞാനകത്താവും, അല്ലെങ്കിൽ പിടിക്കുന്ന ആരെങ്കിലും അവരകത്താവും. അല്ല സാർ, ഇതിൽ കേൾക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഞാനത് യാഥാർത്ഥ്യമായിട്ട് കാണണം. നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാഷ്ട്രീയം, ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമാണ്. ഞാൻ ചേട്ടൻ വളരെ വിശദമായി ചേട്ടനിലേക്ക് ഒന്നുകൂടി എത്തുന്നുണ്ട്. വളരെ വിശദമായി ചേട്ടൻ പറഞ്ഞ ഈ തെളിവൊക്കെ വെച്ച് നമ്മൾ വളരെ വിശദമായി വാർത്ത ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് സർക്കാരോ ആരെങ്കിലും ഒരാൾ മാത്രം വിജയം നടക്കുന്നതല്ല. നമ്മൾ ഒരുമിച്ച് ഈ മഹാവിപത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം, ഒരു അവസാന യുദ്ധം എന്ന നിലയ്ക്ക് നമ്മൾ യുദ്ധത്തിന് ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പോക്ക് വല്ലാത്ത പോക്കാണ്. എൻകൗണ്ടർ പൂർണ്ണമാകും.